ഹായ്. സോ നമ്മൾ ഡൽഹി ഡൈനാമോസ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ മാച്ച് വീഡിയോയിലിരിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ട്, ജിബിൻ ജേക്കബ് ജെയിംസ്, നമ്മുടെ പ്രൊമോട്ടർ ആണ് ചാനലിന്റെ. സോ ഹി ഈസ് ഡൂയിങ് ഓൾ ദ പ്രൊമോഷൻ വർക്ക്സ്. ബാംഗ്ലൂർ ഓക്കെ, സോ ബിഫോർ ഗോയിങ് ഇൻ ടു പ്രീ മാച്ച് വീഡിയോ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. ബിക്കോസ് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് കുറേ criticism ഒക്കെ കിട്ടി. താങ്ക് യു ഫോർ ദ ക്രിറ്റിസിസം, ബട്ട് വി വോണ്ട് ടു tell what we really have to tell. So it is mainly like നമ്മുടെ എന്താണ് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് ഒരു ക്യാമറ ഇല്ല. ഞങ്ങളുടെ ക്യാമറ ആയിട്ടുണ്ടായിരുന്ന ലാപ്ടോപ്പ് ചത്തുപോയി. സോ ലാപ്ടോപ്പ് നമ്മളെ ചതിച്ചു. സോ ഞങ്ങൾക്ക് വീഡിയോ അധികം ലെങ്ത്തിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ ഇഫ് യു റിമെമ്പർ, നേരത്തെ വി യൂസ് ടു ഡു 40 minutes വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 40 minutes വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. 8 minutes 15 അല്ല 8 minutes 10 minutes നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. ബിക്കോസ് ഞങ്ങള് പരിമിതികളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റില്ല. സെക്കൻഡ് തിങ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറെ അതുകൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറയാൻ പറ്റിയില്ല. Yeah, of course. Now Kelvin Belford, he was really good. We were doing really good in the second half. So coach did good substitutions. ഇതൊക്കെ നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ സമയം കിട്ടിയില്ല മെയിനായിട്ട്. പക്ഷേ ചെന്നൈനെ കൊണ്ട് ഗോൾ അടിച്ചില്ല അവരുടെ ഹോമിൽ. അവസരം മറ്റൊരുസിക്ക് വരെ ഭ്രാന്തായി. സോ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് നമ്മുടെ ടീമിൻ്റെ നെഗറ്റീവ്സ് മാത്രമേ പോയി. അത് ഞങ്ങളുടെ ടൈം ലിമിറ്റിന്റെ പരിധിയിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞ നെഗറ്റീവ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ്സ് പറയാനൊരു ടൈം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ബിസി ആയിപ്പോയി. സോ പോസിറ്റീവ്സിന്റെ വീഡിയോ ലൈക്ക് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ പറഞ്ഞ നെഗറ്റീവ്സ് ആക്ച്വലി നെഗറ്റീവ്സ് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ നമ്മുടെ ഫോർമേഷൻ കോമ്പാക്ട്നെസ് കീപ്പ് ചെയ്തില്ല. അതായത് മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരുന്നു. മിഡ്ഫീൽഡും ഫോർവേഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരുന്നു. സോ ബോള് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹെൽപ്പിംഗ് മൂഡിലായിരുന്നില്ല. പിന്നെ എവ്രി വൺ ലൈക്ക് മരിച്ചു ബോൾ എടുക്കണം എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നില്ല. നമുക്ക് കളി ജയിക്കണം എന്നുള്ളൊരു ഇന്റന്റ് അവർക്ക് കുറവായിരുന്നു. ശരിക്കും ഡ്രോയ്ക്ക് വേണ്ടി കളിച്ചു വരാൻ ഗെയിമിന്റെ പേസ് വാസ് റിയലി ഡൗൺ. നമ്മുടെ പേസ് ലൈക്ക് വാസ് റിയലി ഡൗൺ. നമ്മൾ ഇച്ചിരി പേസ് എപ്പോഴെങ്കിലും കൂട്ടിയിരുന്നെങ്കിൽ വി കുഡ് ഹാവ് വൺ ദ മാച്ച്. അല്ല, അതല്ല ഞാൻ അവസരത്തിനായിരുന്നു, ഗെയിമിന്റെ മൊത്തത്തിലുള്ള സ്പീഡാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് ടു സേ. ഞങ്ങൾക്ക് സോറി, വീഡിയോ വളരെ പരിമിതികളുണ്ട്. വി ഡോണ്ട് ഹാവ് എ ക്യാമറ റൈറ്റ് നൗ. സോ ഞങ്ങള് കിട്ടിയ ക്യാമറയിലൊക്കെ ഇരുന്നാ ചെയ്യുന്നത്. പ്രീ മാച്ച് വീഡിയോ അബൌട്ട് ഡൽഹി ഡൈനാമോസ് എന്താണ് പറയാനുള്ളത് ജിജിൻ? ഡൽഹി ഡൈനാമോസ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കറന്റ് 3rd പൊസിഷനിലാണ് നിൽക്കുന്നത്. നല്ലൊരു ടീമാണ് ഡൽഹി ഡൈനാമോസ്. ഫ്ലോറൻ മലൂദ, പിന്നെ നമ്മുടെ സാംബറോട്ടയാണ് നമ്മുടെ കോച്ച്. അതൊക്കെ ഇറ്റലി 2006 വേൾഡ് കപ്പ് ഒക്കെ. സാംബ്രോട്ട ഈസ് റിയലി ഗുഡ് കോച്ച്. അത് നമ്മള് ഒന്നും പറയാൻ കഴിയില്ല. സാംബ്രോട്ടനെ കുറിച്ച് കൂടുതൽ പറയാൻ, ഒരു ലെജൻഡ് എന്നൊക്കെ പറയാൻ വേണം ഇറ്റലി. പക്ഷേ സാംബ്രോട്ട ഈസ് ലൈക്ക് ഒരു നല്ല പ്ലെയർ ഒരിക്കലും കോച്ചാവില്ല. പക്ഷെ സാംബ്രോട്ട ഈസ് ഡൂയിങ് എ റിയലി ഗുഡ് ജോബ് വിത്ത് ഡൽഹി ഡൈനാമോസ്. അല്ല, അത് ഞാൻ അതല്ല പറഞ്ഞത്. ലെജൻഡ് ഒരിക്കലും നല്ലൊരു കോച്ച് ആവണമെന്നില്ല. അത് അപൂർവമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. സോ ലൈക്ക് ഡൽഹി ഡൈനാമോസ് എനിക്ക് തോന്നുന്നത് ഡൽഹി ഡൈനാമോസ് ആയിട്ട് ഒരു നല്ലൊരു കട്ടക്കാൻ ഒരു കളി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ കളിക്കേണ്ടി വരും. കഴിഞ്ഞ കളി പോലെ ആണെങ്കിൽ നേടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കളിയിലെ പേസ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നേടില്ല. കളി നല്ലോണം ഇമ്പ്രൂവ് ആണ്. നല്ല ടൈറ്റ് ആയിരിക്കും. റാഫിയൊക്കെ വെറുതെ. ജിബാന്റെ സ്കോർ പ്രഡിക്ഷൻ എന്താണ്? എന്റെ അഭിപ്രായം നല്ല ടൈറ്റ് ആയിരിക്കും. ഒരു ഗോള് അത് നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അങ്ങനെയാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ ജയിക്കുന്നതാണ് പറയുന്നത്. ഒരിക്കലും തോൽക്കുന്ന പറയില്ല. അത് നമ്മുടെ അല്ല, നമ്മൾ ജയിക്കും. നമുക്ക് ജയിക്കാനുള്ള ബിക്കോസ് അവർ ടീം ഇസ് ബെറ്റർ. നമ്മുടെ ഫ്രണ്ട് അറ്റാക്കിംഗ് ഇസ് ബെറ്റർ. ഓൺലി തിങ് ഇസ് നമ്മുടെ അറ്റാക്കിങ്ങിന് വേണ്ടതായ സപ്പോർട്ട് കൊടുക്കണം മിഡ്ഫീൽഡ്. നമ്മുടെ ഡിഫൻസ് ഇസ് ബെറ്റർ എന്ന് പറഞ്ഞ് ഡിഫൻസിനെ ഒരു മൂലയ്ക്ക് വെറുതെ ഇട്ടിട്ട് നമ്മുടെ മിഡ്ഫീൽഡ് എല്ലാവരും കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ നിസ്സഹായരായി പോകും. That is what happened last game. Even though we did a draw, നമ്മുടെ ഡിഫൻസ് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് ഡ്രോ നിന്നത്. ബട്ട് സപ്പോർട്ടും കൂടെ ഡിഫൻസിന് ചെയ്താലും ഡിഫൻസ് നന്നായിട്ട് ബോൾ വിൻ ചെയ്യാൻ സപ്ലൈ ചെയ്ത് കൊടുത്തേനെ.
കുറച്ചും കൂടെ നല്ല പാസുകൾ വന്നേനെ, കുറച്ചും കൂടെ നല്ല ക്രിയേറ്റീവ് ഗെയിം കാണാൻ പറ്റിയേനെ. വി കുഡ് ഹാവ് സ്കോർഡ് മോർ ഗോൾസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഷുഡ് ഹാപ്പൻ ഇൻ ദിസ് ഗെയിം. ആൻഡ് ഓൾസോ അവർ ഫിനിഷിംഗ്, നമ്മുടെ ഫിനിഷിംഗ് എന്തായാലും ഇംപ്രൂവ് ആവാനുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഹോമിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഡൽഹി ആയിട്ട് 0-0 ഡ്രോ ആണ് ആയത്. പക്ഷേ നമ്മൾ ജയിക്കേണ്ട കളിയായിരുന്നു. നമ്മൾ നല്ല കളി കളിച്ചത്. അത് ഈ കളി എനിക്ക് എനിക്കും ജിവാനോട് യോജിക്കാനേ പറ്റുള്ളൂ. 1-0 ജയിക്കുന്നതാണ് എനിക്കും തോന്നുന്നത്. ബെൽഫോർട്ട് എന്തൊക്കെ വന്നാലും ഒരു ഗോൾ സ്കോർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബെൽഫോർട്ട് ഇപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ലെവലിലാണ് ബെൽഫോർട്ട്. നല്ല അടിപ്പം കളിയാണ് ഇപ്പോൾ ബെൽഫോർട്ട് കളിക്കുന്നത്. അതായത് ഡിഫൻസിനൊക്കെ എന്താ വെറുതെ സ്റ്റെപ്പ് ഓവറൊക്കെ ചെയ്ത് നല്ല അടിപ്പൻ സ്റ്റെപ്പ് ഓവറൊക്കെയാണ് ബെൽഫോർട്ട് ചെയ്യണത്. ബെൽഫോർട്ട് എന്തൊക്കെ നല്ല ഗോൾ സ്കോർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ റാഫി ശരിക്കും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുണ്ട്. കഴിഞ്ഞ കളി വെറുതെ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടൊക്കെ ഇരിക്കാനുണ്ട്, ചുമ്മാ ബോളൊക്കെ വെറുതെ കളയുന്നു. റാഫിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. സി, ഒരാൾക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ ബോൾ പാസ് ചെയ്തിട്ട് കോച്ച് ഹൈപ്പിനെ ട്രൈ ചെയ്യേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോയിപ്പിനെ ട്രൈ ചെയ്യേണ്ട സമയം, പക്ഷെ അത് കോച്ചിന്റെ ഒരു ഇതില്ല. കോച്ചിന്റെ ടാക്ടിക്സിന് ഹോയിപ്പ് പെടുന്നില്ലെങ്കിൽ ഹോയിപ്പിനെ യൂസ് ചെയ്യാൻ കോച്ചിന് പറ്റില്ല. കോച്ചിന്റെ ടാക്ടിക്സിന് ഹോയിപ്പ് എന്തെങ്കിലുമൊക്കെ, ഹോയിപ്പിന്റെ ഗെയിമും കോച്ചിന്റെ ടാക്ടിക്സുമായിട്ട് എന്തെങ്കിലും ബന്ധമാണ്. ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഒരു ടീം, എന്താ പറയാ, അടിപ്പൻ ടീം ആവണതിന് മുമ്പുള്ളൊരു കളിയായിരിക്കും ഇത്. അത് കഴിഞ്ഞ് നമ്മുടെ റിനോന്റെ വരുന്നുണ്ട്, CK വിനീത് വരുന്നുണ്ട്. നമ്മുടെ ടീം നല്ലോണം സ്ട്രോങ് ആവാൻ പോവാണ്. പക്ഷെ അവർക്ക് ടീമായിട്ട് ജെല്ലിനാവണം. വിനീത് ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് കഴിഞ്ഞ സീസണിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ വിനീത് പക്ഷെ ബെൽഫോർട്ടും പുതിയ പ്ലേയേഴ്സ് ആയിട്ട് ഇത് വേണ്ടത്. ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. ലൈക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് വരുന്നത്. പക്ഷെ ക്വാളിറ്റി മാത്രം പോലെ ജെല്ലിൻ വേണമല്ലോ. ഇപ്പൊ ഇപ്പോഴും നമ്മുടെ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്. പക്ഷെ ജെല്ലിൻ നമ്മള് ഫസ്റ്റ് മാച്ചിലൊക്കെ കുറെ അനുഭവിച്ചായിരുന്നു. ആ ജെല്ലിങ്ങിന് ഉണ്ടായിരുന്നില്ല. സോ and let's also pray that our നമ്മുടെ അവന്മാര് തിരിച്ചെത്തണ കപ്പടിച്ച് അടിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ബാർസലോണയായിട്ട് കളിക്കാൻ പറ്റും. അല്ലല്ല, ഇത് കോപ്പ അമേരിക്ക യൂറോപ്പ ലീഗ് പോലത്തെ ലീഗാണ്. സെക്കൻഡറി ലീഗാണ്. അല്ല, പ്രൈമറി അല്ല, സെക്കൻഡറി ലീഗാണ്. കുഴപ്പമില്ല, നമ്മളെ എത്തണ്ട്. നമ്മുടെ അണ്ടർ 17 ടീം ഇസ് പെർഫോമിംഗ് റിയലി ഗുഡ്. പിന്നെ ആരെയാണ് നോക്കേണ്ട കളിക്കാരൻ? പെലിസാരി. എന്റെ അഭിപ്രായത്തിൽ മാർസിലിനോ നല്ലൊരു ഫോമിലാണ്. നല്ല ടോപ്പ് സ്കോററായി നിൽക്കേണ്ടത് ഐസല്ല. മെൽസിലിനോനെ മിക്കവാറും ഹെംബർട്ട് കൂട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹെംബർട്ട് കഴിഞ്ഞ കളി നല്ല അടിപ്പൻ ഡിഫൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെംബർട്ട് അത് കൂട്ടി മെൽസിലിനോനെ അടിപ്പിക്കാതെയൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോർവേഡ് ഇപ്പൊ കളിക്കുന്ന ഒറ്റ ഫോർവേഡായിട്ട് കളിക്കുന്നത്. വാട്ട് ഇഫ് നമ്മുടെ 2 ഫോർവേഡ് ആക്കിയ കുറച്ചും കൂടെയും ഒരു എന്താ പറയുന്നത്, ഫൈനൽ തേർഡിലുള്ള ഗെയിം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അതിനെന്നെ മറ്റവർക്ക് മാർക്കിങ്ങിന് കുറച്ച് ഡൗട്ട്ഫുൾ ആവും. അങ്ങനെയൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് ഒരു ഫോൾസ് 9 പോലെ ഒരു സെക്കൻഡറി ഫോർവേഡ് ഇറ്റ്സ് ലൈക്ക് വലിഞ്ഞ് കളിക്കുന്ന. ഇപ്പം റാഫി ഈസ് നോട്ട് ദാറ്റ് പേസ് ഉള്ള പ്ലെയർ അല്ല. അപ്പൊ റാഫി ക്യാൻ ബി എ ടാർഗറ്റ് മാൻ ടു ഹോൾഡ് ദ ബോൾ, okay, and then pass to a pacey player who is another forward. അതിപ്പം മിക്ക ടീംസ് ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് ആണ്. അപ്പം അങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ ഈ ക്രോസിങ്ങിലും അത് റാഫിയുടെ റൺ ചെക്ക് ആയി കഴിഞ്ഞാൽ റാഫിക്ക് ഹെഡറിന് നല്ലതാ. അപ്പൊ ആ ക്രോസ് വരാൻ നേരത്ത് റാഫിയുടെ റൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാഫിക്ക് ഫ്രീ ഹെഡറൊക്കെ കുറെ കിട്ടാൻ തുടങ്ങും. സോ അത് നമ്മൾ കോച്ച് ഉപയോഗിക്കുന്ന ടാക്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു ഐഡിയ ആണ് ഇങ്ങനത്തെ ഒരു ടാക്ടിക്സ്. സോ maybe I don't know, coach might try that. 2 forward coach might try. I don't know. അത് ചിലപ്പോ വിനീത് വരുമ്പോഴായിരിക്കും ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മിഡ്ഫീൽഡിൽ കളിക്കാൻ ആൾക്കാരാവും. ഹോസുവിന് സെന്റർ മിഡ്ഫീൽഡിലേക്ക് വരുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ശരിക്കും ആ ഒരു ലെവലിലേക്ക് ഗെയിം എത്തുകയും ചെയ്യും. സോ നമ്മുടെ ഇപ്പം വീഡിയോയുടെ ടൈം ഏകദേശം, സോറി ഞങ്ങളുടെ ക്യാമറ ഇല്ല, അതുകൊണ്ടാണ്. ഞങ്ങൾക്കൊരു ക്യാമറ കിട്ടാൻ നിങ്ങളെല്ലാവരും മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു നല്ലൊരു DSLR കിട്ടാൻ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ രാത്രി ആയാലും ഒരു ലൈറ്റൊക്കെ കുറവാണെങ്കിലും നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. സോ
please do pray for us. Yeah. And pray for that, and we'll also be like putting on long videos. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ സ്പീക്കിംഗ് ടു ഫാസ്റ്റ്. ദാറ്റ്സ് ബിക്കോസ് പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബാറ്ററി ചാർജ് ഒക്കെ തീർന്നു. സോ ദാറ്റ് ഇസ് വൈ ഐ എം സ്പീക്കിംഗ് ടു ഫാസ്റ്റ്. സോ നമുക്ക് അടുത്ത കളി കാണാം. അടുത്ത കളി ഡൽഹി ആയിട്ട് കാണാം. ആൻഡ് ഐ വിൽ ബി ഗോയിങ് ലൈവ് on Facebook. And their Facebook profile is Jithin Octave. You search Jithin Octave on Facebook. ഞാൻ മാത്രമേ ഉള്ളൂ. JITHINOCTAVE. Jithin Octave. അപ്പോൾ I'll be going live when we have the game. And also do pray for my school band and football team. They are also having Saidi Goda. I'm telling pray. Okay, we have a match tomorrow, and also subscribe. Please do subscribe. So subscribe. We are going to be 1,000 subscribers. And also നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗോഡ്സ് ഓൺ ബ്ലാസ്റ്റേഴ്സ് ആദ്യം വരുന്നുണ്ട്. ലൈക്ക് ഗോഡ്സ് ഓൺ എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ്, ഗോഡ്സ് ഓൺ കൺട്രിയുടെയും മേളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് വരുന്നുണ്ട്, പ്രൈവറ്റ് സെർച്ചിലൊക്കെ വരുന്നുണ്ട്, ആൻഡ് ഓൾസോ പബ്ലിക് സെർച്ചിൽ. And so we are doing really good, and thanks for the support. We love you guys. We love you for your critical comments and all, because we want to improve. Thank you for the comments, and next time we will also include more positives and negatives within the short limit of time until we get a new camera. Till then, all of you, bye bye. Love you guys. Bye.